നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ ഉയർച്ചകളും സമ്പത്തുകളും വന്നു ചേരുവാൻ ദിശ നോക്കി തന്നെ നട്ടുവളർത്തേണ്ട ഒരു ചെടിയാണ് കറ്റാർവാഴ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഊർജത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യാൻ നാം വീടുകളിൽ നട്ടുവളർത്തുന്ന ചില ചെടികൾക്ക് കഴിയും. അതിൽ ഒരു വീട്ടിൽ വെക്കുവാൻ ഏറ്റവും അനുയോജ്യമായതും നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യുന്ന ചെടിയാണ് കറ്റാർവാഴ എന്നതിനാൽ തന്നെ അവ നടുമ്പോഴും പരിപാലിക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെയെല്ലാം കുറിച്ച് കൃത്യമായി വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴ ചില പ്രത്യേക ദിശകളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നട്ടുവളർത്തുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിപ്പോവുകയും അതിസമ്പന്ന യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ കറ്റാർവാഴ ഏത് ദിക്കിലാണ് ശരിയായ രീതിയിൽ നട്ടുവളർത്തേണ്ടത് എന്നുള്ളതും അവ വളരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഗുണഫലങ്ങളെയും കുറിച്ച് ആണ് ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. കറ്റാർവാഴ എന്ന ചെടി വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ചെടിയാണ്. വളരെയധികം ഔഷധ ഗുണവും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് കറ്റാർവാഴ. കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിനെ ആകർഷിക്കുകയും ദാരിദ്ര്യവും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിനായി കറ്റാർവാഴ നടേണ്ട ദിശകളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇതിൽ ആദ്യമായി നിങ്ങളുടെ ഭവനത്തിൽ കറ്റാർവാഴ നടാൻ ഏറ്റവും അനുയോജ്യമായ ദിക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ്. ഈ ദിക്കാണ് ഏറ്റവും ഉത്തമമായ ദിക്ക് കറ്റാർവാഴ കുഴിച്ചിടുവാൻ. നിങ്ങളുടെ വടക്ക് കിഴക്കേ മൂലയിൽ കറ്റാർവാഴ നട്ടുവളർത്തിയാൽ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് തഴച്ചു വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭവനത്തെ ബാധിക്കേണ്ടിരുന്ന കാര്യതടസ്സങ്ങളും രോഗദുഃഖങ്ങളും എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് അകലും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ആ ഭവനത്തിലുള്ളവർക്ക് പരസ്പരം വളരെയധികം സന്തോഷത്തോടെ മനസ്സ് തുറന്ന് സംസാരിക്കാനും എപ്പോഴും നിങ്ങളുടെ ഭവനത്തിൽ സമാധാനപരമായുള്ള അന്തരീക്ഷം നിലനിൽക്കാനും ഇത് സഹായിക്കും. വീടിൻ്റെ പുറത്തു മാത്രമല്ല വീടിൻ്റെ ഉൾവശത്തും ഈ ദിക്കിൽ കറ്റാർവാഴ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ കിഴക്കുവശത്തും കറ്റാർവാഴ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണ്. എന്നാൽ നിങ്ങൾ നട്ടുവളർത്തുന്ന കറ്റാർവാഴ വാടിയോ കരിഞ്ഞോ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ഇപ്രകാരം വാടിയതും കരിഞ്ഞതുമായ കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കൂടുതൽ നെഗറ്റീവ് ഊർജത്തെ വീടുകളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യും. ഇങ്ങനെ വാടിയതോ കരിഞ്ഞതോ ആയ കറ്റാർവാഴ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അതവിടെ നിന്ന് പറിച്ചു മാറ്റി പുതിയ കറ്റാർവാഴ നടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ വടക്ക് വശത്ത് കറ്റാർവാഴ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണ്. വീടിൻ്റെ വടക്ക് വശത്ത് കുബേര ഭഗവാൻ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കറ്റാർവാഴ വടക്കുവശത്ത് നട്ടുവളർത്തുന്നതിലൂടെ
ആ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി മാറുകയും ആ വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി കടാക്ഷം ആ വീട്ടിൽ കൂടിക്കൂടി വരുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വീടിൻ്റെ വടക്കുവശത്ത് കറ്റാർ വാഴ നട്ടുപരിപാലിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കാരണവശാലും വടക്കുവശത്തെ കറ്റാർ വാഴ വാടിയോ ഉണങ്ങിയോ പോവാൻ പാടില്ല. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കറ്റാർ വാഴ നട്ടുപരിപാലിക്കേണ്ടതാണ് വീടിൻ്റെ വടക്കുവശത്ത്.